ഇന്ത്യയുടെ അഗ്നി 6 റെഡി. ഇന്ത്യയുടെ DRDOയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ സമീർ വി കാമത്തിൻ്റെ പ്രസ്താവനയാണ്. സുപ്രധാന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. ഇന്ത്യക്ക് ദീർഘദൂര മിസൈൽ റെഡി, അഗ്നി 6 റെഡിയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പം 8,000 മുതൽ 12,000 കിലോമീറ്റർ ദൂരെ വരെ ഈ മിസൈൽ ഉപയോഗിക്കാൻ നമുക്ക് പ്രാപ്തരായി എന്നാണ് അർത്ഥം. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി 3 ഹെവി ഹൈപ്പർസോണിക് ഗ്ലൈഡ് ചെയ്യുന്ന റഷ്യയുടെ S-400 നമ്മൾ നേരത്തെ 3 കരസ്ഥമാക്കിയിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു വാർത്ത വന്നു, റഷ്യയിൽ നിന്ന് 4ാമത്തെ S-400 റഷ്യൻ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഒരു ഷിപ്പിലേക്ക് റഷ്യ, നമ്മുടെ ആത്മമിത്രമായ റഷ്യ, ഇന്ത്യയിലേക്ക് അയച്ചു കഴിഞ്ഞു. അത് S-400 നമ്മുടെ ട്രംപ് എന്ന് പറയുന്നത് 4 ആയി. നമുക്ക് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും മിസൈലുകൾ ഏത് വ്യത്യസ്ത റേഞ്ചുകളിലേക്ക് ഇതിൽ നിന്ന് S-400 നിന്ന് അയക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്ന അഗ്നി 6 എന്ന് പറയുന്ന അത് 8,000 മുതൽ 12,000 കിലോമീറ്റർ അകലെ വരെ നമുക്ക് മിസൈൽ അയക്കാം. ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഇന്ത്യയിൽ ഡൽഹിയിൽ നിന്ന് അയക്കാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇന്ത്യ US എയർ ഡിസ്റ്റൻസ് നമുക്കറിയാം 11,000 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യ UK 6,700 കിലോമീറ്ററാണ്. അതുപോലെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും റഷ്യയ്ക്കായാലും ചൈനയിലോട്ടായാലും ശരി, ഏഷ്യയുടെ ഏത് രാജ്യത്തും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ നമുക്ക് ഈ നമ്മുടെ മിസൈൽ എത്തത്തക്ക രീതിയിൽ നമ്മൾ ഗവേഷണ രംഗത്ത് ഒരു ചാഞ്ചാട്ടം ഗവേഷണ രംഗത്ത് നമ്മൾ പുതിയ ചില വേദികൾ വെട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. DRDOയുടെ ഈ പ്രവർത്തനം ഡോക്ടർ സമീർ വി കാമത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും വളരെ നാളുകളായിട്ടുള്ള റിസർച്ചിൻ്റെ റിസൾട്ടാണ് ഈ വന്നിരിക്കുന്നത്. അത് 12,000 കിലോമീറ്റർ വരെ പോകാം. അത് കൂടുതൽ എത്ര വേണേലും നമുക്ക് ഈ മിസൈൽ അഗ്നി 6 ഡെവലപ്മെൻറ്റോടുകൂടി അത് വർദ്ധിപ്പിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഡൽഹിയിൽ നിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ലോകത്തിൻ്റെ ഏത് ചുറ്റളവിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ അഗ്നി 6 അയക്കാൻ കഴിയും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇന്ത്യ പ്രതിരോധ രംഗത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള ഒരാളായി മാറുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് തന്നെയല്ല, റഷ്യ, നമ്മുടെ ആത്മമിത്രമായ റഷ്യ നമുക്ക് നേരത്തെ 2 S-400 തന്നിരുന്നു. ഇപ്പോൾ 3ാമത്തെ തന്നു. ഇൻഡോ പാകിസ്ഥാൻ ആ വാർ സമയത്ത് 3ാമത്തെ തന്നു. ഇപ്പോൾ റഷ്യ നമുക്ക് 4ാമത്തെ തന്നു കഴിഞ്ഞു. ഇന്ത്യ സുസജ്ജമായി. അത് തന്നെയല്ല, ഈ പ്രതിരോധ രംഗത്തെ ഇന്ത്യ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയതിൻ്റെ കാരണം നമ്മുടെ റോക്കറ്റ് ലോഞ്ചിങ്, അതായത് ചന്ദ്രനിലേക്കും മറ്റും നമ്മുടെ സാറ്റലൈറ്റുകൾ പലതും പോകുന്നതും, അതുപോലെ തന്നെ സ്പേസ് ഷിപ്പ് ഇന്ത്യയുടെ റെഡിയാകുന്നു. അങ്ങനെയുള്ള അത്രയും ദൂരത്തിലെ കുറ്റമറ്റ രീതിയിൽ ഇന്ത്യൻ മിസൈലുകളും എല്ലാം ചെല്ലാനുള്ള കഴിവ് നമുക്ക് ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അഗ്നി 6 പുതിയ മിസൈൽ റെഡിയാണെന്ന് പറഞ്ഞപ്പം തന്നെ ഇന്ത്യക്കാർ, പ്രതിരോധത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എവിടെ വേണേലും ഇന്ത്യക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ വേണേലും ഡൽഹിയിൽ നിന്ന് നമുക്ക് മിസൈൽ അയക്കാം. അത് അവിടെ എത്തും. അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ നേരത്തെ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല. അത് റഷ്യയ്ക്കും ചൈനയ്ക്കും അതുപോലെ തന്നെ UK അമേരിക്കയ്ക്കും മാത്രമാണ് കഴിഞ്ഞിരുന്നത്. മറ്റുള്ള രാജ്യങ്ങളൊന്നും ഈ ലെവലിൽ എത്തിയിട്ടില്ല. എങ്കിലും ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വളരെ വേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ലോകത്തിലെ ഒരു ശക്തികൾക്കും നമ്മളോട് ഏറ്റുമുട്ടാനായിട്ട് കഴിയില്ല. ഇന്ത്യയുടെ പ്രവർത്തനം അങ്ങനെയല്ല. ഇന്ത്യ സമാധാന രംഗത്ത് മാത്രമാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രതിരോധ രംഗത്ത് ലോകം വളരെ വേഗം അഡ്വാൻസ് ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ നമ്മളും മുന്നേറിയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതയ്ക്ക് അത്യന്താവശ്യമായ ചില ഘടകങ്ങളാണ് ആധുനികമായ ചില ഉപകരണങ്ങളിലേക്കും നമ്മൾ എക്യുപ്പിഡാകണം. അതുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് S-400 വാങ്ങിച്ചത്. അത്തരം വിലയേറിയ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റുള്ള
S-400 നമ്മൾ എത്തിക്കഴിഞ്ഞു. അതുപോലെ ഇന്ത്യ അതിനും സൂപ്പറായ അഗ്നി 6 ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.